ഹായ് ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് അന്റാർട്ടിക്കയിലേക്കാണ്. അന്റാർട്ടിക്ക എന്ന് പറയുമ്പോൾ മരുഭൂമിയിലുള്ള അന്റാർട്ടിക്ക. അങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാവില്ലേ, മരുഭൂമിയിലുള്ള അന്റാർട്ടിക്ക എന്ന്. എന്നാൽ അങ്ങനെ ശരിക്കും ഒരു സ്ഥലമുണ്ട്. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങളുടെ യൂട്യൂബ് ചാനൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, കൂടെ ആ ബെൽ ബട്ടൺ ഒന്ന് അമർത്തിയായി. അപ്പോൾ ഈ അന്റാർട്ടിക്ക ഉള്ളത് നമ്മുടെ അബുദാബിയിലെ സീ വേൾഡിലാണ്. അപ്പോൾ ഗൈസ്, ഇവിടെ നമുക്ക് അന്റാർട്ടിക്ക വന്നു കഴിഞ്ഞാൽ നമുക്ക് അന്റാർട്ടിക്കയിലുള്ള പലതിനെയും കാണാം. മെയിനായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് പെൻഗ്വിനാണ്. പെൻഗ്വിനുകളെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് അവരിവിടെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. പല തരത്തിലുള്ള പെൻഗ്വിനെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതിനെക്കുറിച്ച് പഠിക്കാനും സാധിക്കും. കാരണം അതിനെക്കുറിച്ച് അവർ ഡീറ്റെയിൽഡ് ആയിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഇവിടെ എഡ്യൂക്കേറ്റർ ഉണ്ട്. അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ എല്ലാം നമുക്ക് പറഞ്ഞു തരും. നമുക്ക് സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ എഡ്യൂക്കേറ്ററിനോട് ചോദിച്ചാൽ മതി, അവരത് കാര്യമായിട്ട് ക്ലിയർ ചെയ്തു തരും. അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും അന്റാർട്ടിക്കയിലെ പോലെ തന്നെയാണ്. -ഡിഗ്രിയാണ് അതിൻ്റെ അകത്തെ താപനില. നമുക്ക് ഒരു 5 മിനിറ്റിൽ കൂടുതൽ നമുക്ക് അതിൻ്റെ അകത്ത് നിൽക്കാൻ പറ്റില്ല ജാക്കറ്റ് ഇല്ലാണ്ട്. കാരണം അത്രയേറെ തണുപ്പാണ് അതിനുള്ളിലുള്ളത്. മൈനസ് എന്ന് പറയുമ്പോൾ നമുക്ക് ചിന്തിക്കാമല്ലോ അല്ലേ. അപ്പോൾ ജാക്കറ്റ് ഇടാൻ നമുക്ക് മാക്സിമം ഒരു 5 മിനിറ്റോ അല്ലെങ്കിൽ 10 മിനിറ്റ്, അതിനപ്പുറത്തേക്ക് നമുക്ക് അവിടെ നിൽക്കാൻ സാധിക്കത്തില്ല. അവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും അന്റാർട്ടിക്ക പോലെ തന്നെയാണ് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇപ്പോൾ അന്റാർട്ടിക്കയിൽ അവിടെ നല്ല വെളിച്ചമാണെങ്കിൽ അതേ സെയിം വെളിച്ചമായിരിക്കും ഇവിടെയും അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ആ ഒരു സെയിം കാലാവസ്ഥയാണ് അവർ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്. ഇവിടെ പെൻഗ്വിൻ എൻകൗണ്ടേഴ്സ് ഉണ്ട്. അത് നമ്മൾ സ്പെഷ്യലായിട്ട് ബുക്ക് ചെയ്യണം. അത് ബുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെൻഗ്വിനെ ഫീഡ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്കത് ഇൻട്രാക്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ കുട്ടികളൊക്കെ ആയിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് പ്ലേസ് ആണ്. അതിനോടൊപ്പം അവർക്ക് വിജ്ഞാനം ലഭിക്കുന്നതാണ്. അപ്പോൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒരു അവസരം കിട്ടുന്നവർ തീർച്ചയായും വന്നിരിക്കേണ്ട ഒരു സ്ഥലം തന്നെ.